ഭക്തന്മാരുടെ കാര്യത്തിലേക്കൊന്നും പോകണ്ട. നമ്മളെ ചുറ്റുപാടും തന്നെ പലരും നമ്മളെ അടുത്ത് അതങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നാച്ചുറലി നമ്മൾ ചിന്തിക്കും, ഇവര് ഇതൊക്കെ അറിയുന്നവരും ഇതൊക്കെ ചെയ്യുന്നവരും ഇവരുടെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഉള്ളവരും ആണെന്ന്. ഓക്കെ, പക്ഷേ ചിലരെങ്കിലും പറയും അല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യണം, പക്ഷെ അത് ഭയങ്കര പ്രയാസമാണെന്ന് നമുക്കറിയാം. ആ ഒരു ലെവലിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ, ഓക്കെ ഇത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്, ഭയങ്കര പ്രയാസമാണെന്ന് നമുക്കറിയാം, ഇതിന് ഇന്ന ടിപ്പുകൾ ട്രൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സഹായം തേടിക്കൊണ്ടിരിക്കാം, പലരും ഇതിൽ പ്രയാസപ്പെടുന്നവരാണ് എന്ന് പറയുമ്പോൾ എന്തായി, അത് അടുത്ത ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥതയിലേക്ക് സത്യസന്ധതയിലേക്ക് വരികയാണ്. ഓക്കെ, അപ്പം അങ്ങനെ പോലും നമ്മൾ ദിവസം ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പല ആളുകളുടെ കാര്യത്തിലും നമുക്ക് കാണാം, അവര് സംസാരം കേൾക്കുമ്പം അവര് എന്തോ ഓക്കെ ഭയങ്കര സംഭവമാണെന്ന് നമുക്ക് നാച്ചുറലി തോന്നിപ്പോയേക്കാം. നമ്മളടുത്ത് പറയുന്ന എല്ലാവരും എന്താണ് മുനാഫിക്കുകളാണെന്നല്ല കേട്ടോ പറഞ്ഞു വരുന്നത്. മാഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ നല്ല ലെവലിലെത്തിയവരും അതിനനുസരിച്ച് സംസാരിക്കുന്നവരും പറയുന്നവരും ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ അതേപോലെ ഇതേ പ്രവർത്തനം നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പോകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മറ്റുള്ളവരെ ഭയങ്കര അതികഠിനമായി ഭീകരമായിട്ട് ഉപദേശിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം, ഞാൻ അവിടെ എത്തിയിട്ടുണ്ടോ അല്ലെ? അപ്പം അതുപോലെയുള്ള സംസാരങ്ങളൊക്കെയാണ് എന്ത്, ഈ യുഹാദിഊന അല്ലാഹ വല്ലദീന ആമനൂല് പെടുന്നത്. അവര് എന്താണ്, സത്യം ഒന്ന് മറച്ചു വെച്ചിട്ട് വേറെ എന്തോ അവരുടെ മനസ്സിൽ ഒന്ന് നെയ്യത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചിട്ട് വേറെ ഒന്ന് പുറമേ കൂടെ വേറെ ഒന്ന് കാണിക്കാനുള്ള ശ്രമമാണ്. അപ്പം കേൾക്കുന്നവർ ഇത് വിശ്വസിച്ചിട്ട് മാഷാ അല്ലാഹ് ഇവര് ഭയങ്കര സംഭവമാണ്, ഇവര് ഭയങ്കര വിശ്വാസികളാണ് എന്ന് നാച്ചുറലി ചിന്തിച്ചു പോവും അല്ലെ? അപ്പം ഈ ചതിയാണ് അവര് ചെയ്യുന്നത്. സത്യം, അവരുടെ ഉള്ളിലുള്ള സത്യം അവര് മറച്ചു വെച്ച് അതിനെ പോളിഷ് ചെയ്ത് നല്ല പൊതിഞ്ഞ് ഭംഗിയാക്കിയിട്ട് കാണിക്കാനുള്ള ശ്രമമാണ് മുനാഫിക്കുകൾ കാണിക്കുന്നത്. അങ്ങനെ ആൾക്കാരെ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യുക. ശരിക്കും ആ ഒരു കാര്യത്തിന്റെ യാഥാർത്ഥ്യം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം ഇത് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ ഒരു ഭീകരത സൃഷ്ടിച്ചിട്ട് ആൾക്കാരെ അങ്ങോട്ട് വിടുകയാണ്. പക്ഷെ അത് ശരിയായ രീതിയിൽ ഇത് ഇന്നതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ എന്തായിരിക്കണം, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളതും അതായിരിക്കണം അല്ലെ? അപ്പം ആ ഒരു ഡിസ്കണക്ട്, ആളുകളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളതും നാവിൽ വരുന്നതും തമ്മിലുള്ള ആ ഒരു ഡിസ്കണക്ട് ആണ് ഇവിടെ വഞ്ചിക്കുക, വിശ്വാസികളെയും അള്ളാഹുവിനെയും. കാരണം വിശ്വാസികളുടെ അടുത്ത് അത് പറയുമ്പോൾ നാച്ചുറലി അവർ അള്ളാഹു സുബ്ഹാനഹു തആലയെയും വഞ്ചിക്കാൻ ശ്രമിക്കുകയാണ് അല്ലെ? അപ്പം യുഹാദിഊന അല്ലാഹ, ഈ ആളുകൾ എന്താക്കാണ്, അള്ളാഹു സുബ്ഹാനഹു തആലയെ വഞ്ചിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ വല്ലദീന ആമനു, മനുഷ്യരെയും വിശ്വാസികളെയും അവര് വഞ്ചിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം അവര് ശരിക്കും വിശ്വാസികളല്ല അല്ലെ? പക്ഷെ വിശ്വാസികളാണെന്ന് പറഞ്ഞ് പറ്റിക്കാനുള്ള ശ്രമമാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്? അത് ഓക്കെ ഞാൻ ഇന്ന ഗ്രൂപ്പിൽ പെടുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ മുസ്ലിം ആണ്, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു വിശ്വാസിയാണ്, അല്ലെങ്കിൽ നല്ലൊരു ഈമാനുള്ള ആളാണ്, നല്ലൊരു സ്വാലിഹാണ് എന്ന് ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടി, എന്നിട്ട് നിങ്ങളെ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ് എന്നുള്ള ചിന്ത കൊടുക്കാൻ വേണ്ടി അല്ലെ? അതുവഴിയുള്ള ബെനിഫിറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് അവര് ഇങ്ങനെ പറയുന്നത്. അപ്പം അവരെന്താ വിചാരിക്കുന്നത്, അതുവഴി അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയെയും വഞ്ചിക്കാൻ പറ്റുന്ന. ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു തആലയെ നമുക്ക് വഞ്ചിക്കാൻ പറ്റില്ല അല്ലെ? ആർക്കും അള്ളാഹു സുബ്ഹാനഹു തആലയെ വഞ്ചിക്കാൻ പറ്റില്ല. അപ്പം എന്തൊരു വലിയ വിഡ്ഢിത്താണ് യുഹാദിഊന അല്ലാഹ വല്ലദീന ആമനൂലൂടെ ഈ ഒരു ഗ്രൂപ്പ് ആളുകൾ അല്ലെ, മുനാഫിഖുകൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ ചെയ്യുന്നത്. അപ്പൊ അള്ളാഹു പറയാണ് വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും, അവരെ തന്നെ അല്ലാതെ വഞ്ചിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അവരാരെയാണ് വഞ്ചിക്കുന്നത്? അവരെ തന്നെയാണ്. അംഫുസ് ഞാൻ പറഞ്ഞു, നഫ്സിന്റെ പ്ലൂറലാണ് അംഫുസ്. നഫ്സ് എന്ന് പറഞ്ഞാൽ സ്വന്തം അല്ലെ, സ്വന്തം ഉള്ളിലുള്ള ആത്മാവിനെ, അതിന്റെ തന്നെ പ്ലൂറൽ. അപ്പൊ അവരെ തന്നെ വഞ്ചിക്കുകയല്ലാതെ വേറൊന്നും ഇവിടെ ചെയ്യുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഹൈലൈറ്റ് എന്താണ്? വമാ യശ്ഉറൂൻ, അവർക്കത് മനസ്സിലാവുന്ന പോലുമില്ല. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അവര് അള്ളാഹുവിനെ വഞ്ചിക്കുകയാണ്, സത്യവിശ്വാസികളെയും വഞ്ചിക്കുകയാണ്. പക്ഷെ അവരെ തന്നെയാണ് അതിലൂടെ വഞ്ചിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. സുബ്ഹാനല്ലാഹ്. യശ്ഉറൂൻ എന്നുള്ള വാക്ക് ഷീൻ ഐൻ റോ എന്ന റൂട്ടിൽ നിന്നാണ് വരുന്നത്. ഷുഊർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഓക്കെ, അതിന്റെ എന്താ പറയാ, നമ്മൾ അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ അല്ലെ? അപ്പൊ നമുക്കൊരു കാര്യത്തെ കുറിച്ച് അറിവുണ്ടായിരിക്കുക, ഓക്കെയാണ്, ഓക്കെ ഇന്നത് ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്നതാണ് ഇതിന്റെ റൂള്, അത് അറിവാണ്. തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആഴങ്ങള്, അല്ലെങ്കിൽ അത് എങ്ങനെ അതിലേക്ക് എത്താം, എന്തിനത് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള അതിനെ കുറച്ചും കൂടെ ഫൈൻ ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നതാണ് ഷുഊർ എന്ന്
പറയുന്നത്. അപ്പം ഓരോ കാര്യത്തിന്റെ മൈന്യൂട്ട് ആയിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാന്നുള്ളതിനാണ് ഷുഊർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ഇപ്പൊ നമ്മൾ ഒരാളെ ഉപദേശിക്കുമ്പോൾ നിങ്ങൾ പരദൂഷണം പറയരുത് എന്ന് പറയുന്നത് അറിവാണ്. അത് എങ്ങനെ, എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കൊടുക്കൽ എന്താണ്, അതിന്റെ ഫൈൻ ഡീറ്റെയിൽസ് ആണ്, ഷുഊറാണ്. നമ്മൾ നമസ്കാരം അല്ലെ, പരലോകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചോദ്യം ചെയ്യപ്പെടുക നമസ്കാരമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു അറിവാണ് അല്ലെ. പക്ഷെ അതിലേക്ക്, ആ ചോദ്യത്തിന് നമ്മൾ എങ്ങനെ ആ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുമ്പോൾ, അതിനെ കുറിച്ചുള്ള ടിപ്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അതെന്തായി, അത് ഷുഊറായി. അപ്പം അതുപോലെ ഓരോ കാര്യങ്ങൾക്കും, അതായത് ഒരു സാധാരണ അറിവിനേക്കാളും മേലെയുള്ള കാര്യമാണ് എന്ത്, ഷുഊർ. അറിവ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്കൊരു കാര്യം അത് ഇന്നതാണ്. ഷുഊർ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, അതിന്റെ ഫൈൻ ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പൊ നമ്മള് ആരെങ്കിലും ഒരു കാര്യം ഇപ്പൊ നമുക്ക് പറഞ്ഞു തരാണ്. ഓക്കെ, ഇതേപോലെ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ നമ്മള് ഇത് കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാം, നിങ്ങൾ 5 വക്ത് നിസ്കരിക്കണം. ഓക്കെ, നിസ്കരിക്കണം, അത് അവർക്കറിയാം, അവര് നിസ്കരിക്കുന്നു. എന്തിനാണ് നിസ്കരിക്കുന്നത്, നിസ്കാരം എങ്ങനെയാണ് ഉണ്ടായത്, ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഉണ്ടാവുക, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക അല്ലെ. ആ ഒരു ലെവലിലേക്ക് പോകുമ്പം അതെന്തായി, ഷുഊറായി. അതുപോലെ ഓരോ കാര്യത്തിനും ഫൈൻ 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 ഡീറ്റെയിൽസിലേക്ക് പോകുന്നതാണ് ഷുഊർ. അറിയുന്നതിന്റെ, ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നതിന്റെ അടുത്ത ലെവല്. അതുപോലെ ഷുഊർ എന്നുള്ളത് ഷാർ എന്നുള്ള വാക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഷാർ എന്ന് പറഞ്ഞാല് അറബിയിൽ മുടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഷാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മുടി, നമ്മൾ ഒരു ഇഴ മുടി എടുത്തു പിടിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം നേരിയതാണ് അല്ലെ, വളരെ തിന്ന, ചിലപ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റൂല. അപ്പൊ നമ്മൾ പറയില്ലേ, മുടിനാരിഴ കീറി മുറിച്ചൊരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളത് പോലെ. അപ്പം ആ ഒരു ലെവലിൽ മനസ്സിലാക്കുന്നതിനാണ് ഷുഊർ എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു പറയാണ്, അവർക്ക് എന്താണ്, അവരത് മനസ്സിലാക്കുന്നില്ല. എന്ത്, അവരുടെ ആത്മാവിനെ തന്നെയാണ്, അവരുടെ നഫ്സിനെ തന്നെയാണ് ചതിക്കുന്നത് എന്നുള്ളത് അവര് അറിയുന്നില്ല എന്നല്ല, അവരത് മനസ്സിലാക്കുന്നില്ല. അതിന്റെ ഫൈൻ ഡീറ്റെയിൽസ്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഏത് രീതിയിലാണ് അവർക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ പോണേ, ദോഷം ഉണ്ടാക്കാൻ പോകുന്നത്, അവരെന്താ ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അറബിയിൽ പറയും മറ ബി ഫുലാൻ വലം അഷ്അറു ബിഹി. ഒരാൾ എന്റെ അടുത്തു കൂടെ പാസ് ചെയ്ത് പോയി, ഞാൻ അയാളെ കണ്ടു, പക്ഷെ എനിക്ക് അയാൾ ആരാന്ന് മനസ്സിലായില്ല. അപ്പം അവിടെ കാണുന്നുണ്ട്, ഓക്കെ, അയാൾ ഇങ്ങനെ പോയി, ഞാൻ കാണുകയും ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്താണ്, എനിക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ, അതായത് ഇവരുടെ മുമ്പിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അവർക്ക് എന്താണ്, മനസ്സിലാക്കാൻ പറ്റൂല. അവരുടെ കണ്ണിന്റെ മുമ്പിൽ കൂടെ പോവും, പക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഷുഊർ ഇല്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ പെടുന്നതിൽ നിന്ന് നമ്മൾ എല്ലാവരെയും കാത്തു